അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ ശ്ലോകം മുതൽ 59 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ തൃപാദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. പ്രാണോപാനസ്തഥാ വ്യാന സമാനോദാന ഏവ ച പാവകാ പഞ്ച ഏവൈതേ സ്ഥാപ്യ വേദ്യാം വിധാനതാം. ഗാർഹപത്യസ്തദാ പ്രാണോപാനശ്ചാഹവനീയകാ ദക്ഷിണാഗ്നിസ്തഥാ വ്യാന സമാനശ്ചാവസധ്യകാം. സഭ്യോദാനസ്മൃതാഹ്യേതേ പാവകാ പരമോൽക്കടാ ദ്രവ്യം ച മാനസാ ഭാവ്യം നിർഗുണം പരമം ശുചി. മന ഏവ തദാ ഹോതാം യജമാനസ്തഥൈവ തൽ യജ്ഞാധിദേവതാ ബ്രഹ്മാ നിർഗുണം ച സനാതനം. ഫലദാ നിർഗുണാശക്തി സദാ നിർവേദദാ ശിവ. ബ്രഹ്മവിദ്യാഖിലാധാര വ്യാപ്യ സർവത്ര സംസ്ഥിത. തദുദ്ദേശേന തദ്ദ്രവ്യം ഹുനേത് പ്രാണാഗ്നിഷു ദ്വിജ. പശ്ചാച്ചിത്തം നിരാലംബം കൃത്വാ പ്രാണാനപി പ്രഭോ. കുണ്ഡലീമുഖമാർഗേണ ഹുനേൽ ബ്രഹ്മണി ശാശ്വതേ. സ്വാനുഭൂത്യാ സ്വയം സാക്ഷാൽ സ്വാത്മഭൂതാം
മഹേശ്വരീം സമാധിനൈവ യോഗേന ധ്യായേച്ചേതസ്യനാകുലാം സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി യദാ പശ്യതി ഭൂതാത്മാ തദാ പശ്യതി താം ശിവാം ദൃഷ്ട്വാ താം ബ്രഹ്മവിദ് ഭൂയാൽ സച്ചിദാനന്ദരൂപിണീം തദാ മായാദികം സർവം ദഗ്ധം ഭവതി ഭൂമിപ പ്രാരബ്ധം കർമ്മമാത്രം തു യാവദ്ദേഹം ച തിഷ്ഠതി ജീവന്മുക്തസ്തദാ ജാതോ മൃതോ മോക്ഷമവാപ്നുയാൽ കൃതകൃത്യോ ഭവേത്താത യോ ഭജേൽ ജഗദംബികാം തസ്മാൽ സർവപ്രയത്നേന ധ്യേയാ ശ്രീഭുവനേശ്വരി ശ്രോതവ്യാ ചൈവ മന്തവ്യാ ഗുരുവാക്യാനുസാരത സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ ശ്ലോകം മുതൽ 59 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ മലയാള തർജ്ജമ രൂപത്തിൽ പാടി ആ ജഗജ്ജനനിയായ ജഗന്മാതാവായിരിക്കുന്ന അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രാണാപാന വ്യാനോദാന സമാനരാകും അഗ്നികളെ പ്രതിഷ്ഠിച്ചിടണമതിൽ വിധിയാം വണ്ണം. പ്രാണൻ ഗാർഹപത്യാഗ്നിയും അപാനൻ ആവഹനീയം, വ്യാനൻ ദക്ഷിണാഗ്നി സമാനൻ ആവസധ്യം. ഉദാനൻ സഭ്യനായിട്ടും തേജസ്സേറും അഗ്നിയിവ ദ്രവ്യത്തെയും മനസാലെ സങ്കൽപ്പിക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നിർഗുണമാം മനസ്സാണ് ഹോതാവും യജമാനനും, അധിദേവതയോ നിർഗുണമാം ബ്രഹ്മവും. ആനന്ദം നൽകിടുന്നത ശിവയായ ശക്തിയത്രേ, അവർ തന്നെ ബ്രഹ്മവിദ്യ സർവവ്യാപിയും. മാനസയജ്ഞത്തിങ്കലോ ജഗദംബാ സങ്കൽപ്പത്തിൽ പ്രാണനായ അഗ്നികളിൽ സമർപ്പിക്കണം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മനസ്സിനെ ജയിച്ചിട്ടു പ്രാണനെ സുഷുമ്ന വഴി നിത്യബ്രഹ്മത്തിങ്കലായി ഹോമിച്ചിടേണം.
സ്വാനുഭൂതി കൊണ്ടു സ്വയം സാക്ഷാത്കരിച്ചിടുന്നതാം സർവേശ്വരിയായിടുന്ന മഹേശ്വരിയെ ധ്യാനിക്കണം ആത്മാവിനെ സർവഭൂതസ്ഥിതനായും സർവഭൂതം ആത്മാവിലും കാണാറാവേണം. ആത്മാവിനെ സർവഭൂതങ്ങളിലും കാണുന്നവനും ആദിപരാശക്തിയെയും കാണാറായിടും. ആ ശക്തിയെ കണ്ടുവെന്നാൽ ദേവിയുടെ കടാക്ഷത്താൽ അവനോ ബ്രഹ്മജ്ഞാനിയായി മാറിയിടും നൂനം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആ സമയം മായയെല്ലാം വശിക്കുന്നു പ്രാരബ്ധത്തെ അനുഭവിക്കാൻ ശരീരം നിലനിൽക്കുന്നു. ജീവൻ മുക്തനാകൂമിവൻ മൃത്യുവിൽ മോക്ഷം നേടുന്നു. ജഗദംബ ഉപാസകർ കൃതകൃത്യർത്താൻ ഗുരുവിൻ്റെ ഉപദേശം നിത്യം ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ചു ദേവിയെയും ധ്യാനിക്കണം. ഇതിനായി പ്രയത്നം വേണം. ദേവിയുടെ കഥകളെ നിരന്തരം ശ്രവിക്കണം. ദേവിയുടെ ദിവ്യരൂപം സ്മരിച്ചിടണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ, വീഴുന്നു ജ്ഞാനാംബികേ. ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ഇന്ന് 223 ദിവസം. ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 12 അധ്യായത്തിൽ 48 ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് വിചാരം ചെയ്യുകയാണ്. മനസ്സുകൊണ്ടുള്ള യജ്ഞത്തെക്കുറിച്ചാണ് വേദവ്യാസൻ ജനമേജയ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മൻ, അധ്വര്യോ, ഹോതാവ്, പ്രസ്തോതാവ്, ഉദ്ഗാതാവ്, പ്രതിഹർത്താവ് തുടങ്ങിയ രൂപത്തിലൊക്കെ ബ്രാഹ്മണരെ യഥാവിധി വരിച്ച് എല്ലാ ബ്രാഹ്മണരെയും മനസ്സുകൊണ്ട് പൂജിച്ച് പിന്നീട് പ്രാണോപാനസ്തഥാവ്യാന സമാനോദാന ഏവച, പ്രാണാപാനവ്യാനോദാന സമാനന്മാർ, ഇതാണ് പഞ്ചപ്രാണൻ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ.
ഈ 5 പ്രാണൻ അല്ലെങ്കിൽ അഗ്നികൾ ഇതിനെ വേദിയിൽ, ആ മനസ്സാകുന്ന വേദിയിൽ വിധിപ്രകാരം സ്ഥാപ്യാവേദ്യാം വിധാനത, വിധിയനുസരിച്ച് സ്ഥാപിക്കണം. പിന്നെയോ ഗാർഹപത്യസ്തദാ പ്രാണോപാനശ്ചാഹവനീയക, പ്രാണനെ ഗാർഹപത്യാഗ്നിയായും അപാനനെ ആഹവനീയാഗ്നിയായും ദക്ഷിണാഗ്നി തഥാ വ്യാനനെ ദക്ഷിണാഗ്നിയായും സമാനശ്ചാവസധ്യക, സമാനനെ ആവസധ്യാഗ്നിയായും സഭ്യോദാന ഉദാനനെ സഭ്യനായും കൽപ്പിക്കണം എന്നാണ്. എന്നിട്ട് ഏതേ പാവക പരമോത്കട, ഈ അഗ്നികളൊക്കെ തന്നെ അതീവ തേജസ്വികളാണ് എന്ന് മനസ്സിലാക്കുക. ദ്രവ്യം ച മനസാഭാവ്യം, ദ്രവ്യത്തെയും മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക, മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. എന്നിട്ടോ നിർഗുണം പരമം ശുചി, പരമപവിത്രമായ നിർഗുണമായ മനസ്സ്, മന ഏവ തഥാ ഹോത, ആ മനസ്സാണ് അപ്പോൾ ഹോതാവ്. അതുപോലെ തന്നെ മനസ്സ് തന്നെയാണ് യജമാനനും, യജമാനസ്തഥൈവതൽ. യജ്ഞാധിദേവതാ ബ്രഹ്മ നിർഗുണം ച സനാതനം, ആ യജ്ഞത്തിൻ്റെ പ്രധാന അധിദേവത നിർഗുണമാണ്, അവിനാശിയായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മമാണ് എന്നും പറയുന്നു. ഫലദ നിർഗുണാശക്തി സദാ നിർവേദത ശിവ, ബ്രഹ്മവിദ്യ അഖിലാധാര വ്യാപ്യ സർവത്ര സംസ്ഥിത. സദാ ആനന്ദം നൽകുന്ന കല്യാണ സ്വരൂപിണിയായിരിക്കുന്ന ജഗദംബിക, ജഗദീശ്വരി, ശക്തിസ്വരൂപിണിയായി ആ ജഗദ്ധാത്രി നമുക്ക് ഫലത്തെ നൽകുന്നു. എങ്ങനെയുള്ളവളാണ്? നിർഗുണയാണ് ആ ദേവി. ആ ദേവി തന്നെയാണ് ബ്രഹ്മവിദ്യ. അതേപോലെ സകല ജഗത്തും, ഈ ലോകം മുഴുവൻ ആ ഭഗവതിയിൽ അധിഷ്ഠിതമായിരിക്കുന്നു. വ്യാപ്യ സർവത്ര സംസ്ഥിത, ആ ദേവി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയും ചെയ്യണം. തദുദ്ദേശേന തദ്രവ്യം ഹുനേത് പ്രാണാഗ്നിഷുദ്വിജ പശ്ചാച്ചിത്തം നിരാലംബം കൃത്വ പ്രാണാനപി പ്രഭു. ഒരു പറയാണ്, മാനസികമായ ഈ യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണൻ ഭഗവതിയായ ആ ദേവിയെ, ജഗദംബികയെ ഉദ്ദേശിച്ചിട്ട് ആ ദ്രവ്യങ്ങളെ പ്രാണരൂപമായിരിക്കുന്ന അഗ്നികളിൽ ഹോമിക്കണം. പിന്നെയോ അത് കഴിഞ്ഞ് മനസ്സിനെ നിർവിഷയമാക്കുക. ഒരു വിഷയങ്ങളുമായും ബന്ധപ്പെടാത്ത മനസ്സ് നിർവികാര ഭാവത്തിലേക്ക് മനസ്സിനെ എത്തിച്ചിട്ട് പ്രാണനെയും കുണ്ടലീമുഖമാർഗേണ ഹുനേൽ ബ്രഹ്മണി ശാശ്വത, ആ കുണ്ടലീമുഖം സുഷുമ്നാമാർഗത്തിലൂടെ നിത്യബ്രഹ്മത്തിലേക്ക് ഹോമിക്കണം. അങ്ങനെ വരുമ്പോൾ ആ നിർവിഷയമാക്കിയ, ഒരു വിഷയവുമായും ബന്ധമില്ലാത്ത ആ മനസ്സിനെ, ആ പ്രാണങ്ങളെ നിത്യബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കണം. അപ്പം എല്ലാം ആ പരമമായ ബ്രഹ്മത്തിലേക്ക് ലയിക്കും. അങ്ങനെ സ്വാനുഭൂതിയാൽ സ്വയം സാക്ഷാത്കരിച്ച ആ ഭഗവതിയെ, സ്വാനുഭൂത്യ സ്വയം സാക്ഷാൽ സ്വാത്മഭൂതാം മഹേശ്വരീം, ആ ദേവിയെ സമാധിനൈവ യോഗേന ധ്യായേ ചേതസ്യ അനാകുലഃ സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി. അതിനുശേഷം വളരെ ശാന്തനായി മനസ്സിനെ അടക്കി, അല്ലേ, ശാന്തചിത്തനാവും. അപ്പോൾ എല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ അങ്ങനെ സമാധി യോഗം കൊണ്ട് ആ മനസ്സിൽ ആ ദേവിയെ ധ്യാനിക്കണം. അപ്പോൾ ആത്മാവിനെ സർവഭൂതസ്ഥനായും സർവഭൂതങ്ങളെ ആത്മാവിലും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ചെയ്യാൻ സാധിക്കും. യഥാ പശ്യതി ഭൂതാത്മാ തഥാ പശ്യതി താം ശിവാം, ആത്മാവിനെ സർവഭൂതങ്ങളിലും സർവഭൂതങ്ങളെയും തന്നിലും എപ്പോഴാണോ കാണുന്നത് അപ്പോഴാണ് ആ ഭഗവതിയെ, പരമമംഗളസ്വരൂപിണിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കുന്ന ശിവയായിരിക്കുന്ന
ആ ഭഗവതിയെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ദൃഷ്ട്വാ താം ബ്രഹ്മവിദ്ഭൂയാൽ സച്ചിദാനന്ദരൂപിണിം, ആ ജഗദംബിക, ആ ജഗദംബിയെ ദർശിക്കുന്നതോടുകൂടി അവൻ ബ്രഹ്മജ്ഞാനിയായിട്ട് തീരുന്നു. ബ്രഹ്മവിദ്ഭൂയാൽ, ബ്രഹ്മജ്ഞാനിയായിട്ട് തീരുന്നു. അങ്ങനെ വരുമ്പോഴോ തഥാ മായാധികം സർവം ദഗ്ധം ഭവതി ഭൂമിപ, ഹേ ഭൂമിപ രാജാവേ, അതോടുകൂടി അവനെ സംബന്ധിച്ച് മായാദി കാര്യങ്ങളൊക്കെ നശിക്കും. പ്രാരബ്ധം കർമ്മമാത്രം തു, പ്രാരബ്ധം അനുഭവിച്ചു തീർക്കുന്നതിന് വേണ്ടി മാത്രം യാവദ്ദേഹം ച തിഷ്ഠതി, ആ ദേഹം നിലനിൽക്കുന്നു. ദേഹമുണ്ടെങ്കിലും ദേഹവുമായി ബന്ധമില്ലാതിരിക്കുന്നു എന്ന തലത്തിലേക്ക് എത്തും. ഇതിനാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയാം. അങ്ങനെ ജീവൻ മുക്ത തഥാജാതോ, ഈ ജീവൻ മുക്തനായി മാറുന്ന മനുഷ്യൻ മരിച്ചതിനു ശേഷം മൃതോ മോക്ഷമവാപ്നുയാൻ, എന്ത് ലഭിക്കും? മോക്ഷം നേടും. പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ആ നാലാമത്തെ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം എന്നറിയപ്പെടുന്ന മോക്ഷം ലഭിക്കുന്നു. കൃതകൃത്യോ ഭവേത്താത യോ ഭജേൽ ജഗദംബിക, ഭഗവതിയായ ജഗദംബികയെ ഉപാസിക്കുന്ന ആളുകൾ കൃതകൃത്യരായി തീരും. പിന്നെ അവർക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒന്നും നേടേണ്ടതായിട്ടും ഇല്ല. അതല്ലെങ്കിൽ ഒന്നും നേടേണ്ടതായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യേണ്ടതായും ഇല്ല. തസ്മാൽ സർവപ്രയത്നേന ധ്യേയ ശ്രീഭുവനേശ്വരി ശ്രോതവ്യ ചൈവമന്തവ്യ ഗുരുവാക്യാനുസാരത. അതുകൊണ്ട് നല്ലപോലെ പരിശ്രമിച്ച് പ്രയത്നം ചെയ്ത് ഗുരുവാക്യാനുസാരത, ഗുരുവിൻ്റെ വാക്യത്തെ അനുസരിച്ചും കൊണ്ട് അഖില ലോകത്തിൻ്റെയും അധിഷ്ഠാന ദേവതയായ ആ ഭുവനേശ്വരിയെ ധ്യാനിക്കുക, ആ ദേവിയുടെ കഥകൾ കേൾക്കുക, ആ ദേവിയെ സ്മരിക്കുക ഒക്കെ ചെയ്യേണ്ടതാണ് എന്ന് വേദവ്യാസൻ തൻ്റെ മുമ്പിലിരുന്ന് തൻ്റെ വാക്കുകളെ ശ്രവിക്കുന്ന ജനമേജയ മഹാരാജാവിനോട് പറയുന്നു. ആ 59-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.